എറണാകുളത്തെ ഫ്ലവർ ഷോയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം. ഇന്നലെ ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വീണ ഒരു സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. കൈയൊടിഞ്ഞ സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അഞ്ജലി ശ്രീജിതരാജ് വിവരങ്ങളുമായി. അഞ്ജലി, ഇപ്പോൾ പരിപാടിക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നു. ഇതിൽ ഈ ഫ്ലവർ ഷോ നടത്തിയത് ആരാണ്? സ്മൃതി, ഇന്നലെ രാത്രി 7 മണിക്കായിരുന്നു ഈ സംഭവം നടന്നത്. അതായത് കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്ന ഫ്ലവർ ഷോയ്ക്കിടെ ബിന്ദു എന്ന കടവന്ത്ര സ്വദേശിക്കാണ് പരിക്കു പറ്റിയത്. ഈ പരിപാടി നടത്തിയത്, അതായത് സംഘടിപ്പിച്ചത് GCD ആണ്. ഇവിടെ 7 മണിക്ക് രാത്രി ഇവർ പോയ സമയത്ത് അവിടെ നിലത്ത് വിരിച്ചിരുന്ന ഈ പവലിയനിൽ നിലത്ത് വിരിച്ചിരുന്ന ഒരു പ്ലൈവുഡ് മരത്തിൽ തട്ടിയാണ് ഇവർ വീണത്. അതായത് ഇവിടെ ചെളി നിറഞ്ഞതിനാൽ തന്നെ പ്ലൈവുഡ് നിരത്തിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ തട്ടി വീണാണ് ഇവർക്ക് പരിക്ക് പറ്റിയത്. ഇപ്പോൾ ഇവർ GCDക്കും കൂടാതെ കോർപ്പറേഷനൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ ഇവരുടെ കൈ ഒടിഞ്ഞിട്ടാണുള്ളത്. കൂടാതെ സർജറി വേണമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. സ്മൃതി, ഈ പരിപാടി ഇന്ന് അവസാനിക്കാനിരിക്കുകയായിരുന്നു. ഇപ്പോൾ GCDA നടത്തുന്ന രണ്ടാമത്തെ പരിപാടിയിലാണ് വിവാദം ഉണ്ടാകുന്നത്. അഞ്ജലി, അപ്പോൾ എന്താണ് GCDA ഇതിനോട് പ്രതികരിക്കുന്നത്? ഉമാ തോമസ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നപ്പോൾ അടുത്തൊരു സ്ത്രീ കൂടി വീണ് പരിക്ക് പറ്റുന്നു എന്നുള്ള സാഹചര്യം, എന്താണ് പ്രതികരിക്കുന്നത്? GCD ഇക്കാര്യത്തിൽ, അതായത് അന്വേഷണം നടത്താമെന്ന് തന്നെയാണ് പ്രതികരിക്കുന്നത്. കാരണം ഈ ചളി നിറഞ്ഞതിനാൽ ആളുകൾക്ക് ഇതിലെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതിനാലാണ് ഈ പലക പോലെ ഈ പ്ലൈവുഡ് പവലിയനിൽ നിരത്തിയത് എന്നാണ് GCD വ്യക്തമാക്കുന്നത്. ഇതിൽ തട്ടിയാണ്. രാത്രി ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു ഈ ഒരു ശ്രദ്ധ ആളുകൾക്ക് കൊടുക്കണം. ഇങ്ങനെ ഒരു പലക നിലത്തുണ്ട് അല്ലെങ്കിൽ പ്ലൈവുഡ് വിരിച്ചിട്ടുണ്ട് എന്ന കാര്യം ആളുകളെ അറിയിക്കേണ്ടതാണ്. ആ കാര്യം GCD ഒരു വലിയ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. ഇതിൽ അന്വേഷണം ഉണ്ടാകും. കൂടാതെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ രണ്ടാമത്തെ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്, വിശദമായിട്ടുള്ള അന്വേഷണം GCD നടത്തുമെന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് പരിപാടി അവസാനിക്കാനിരിക്കുകയായിരുന്നല്ലോ അല്ലേ? അതെ അതെ, ഇന്ന് പരിപാടി ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത്. ഇന്നലെ രാത്രി 7 മണിക്കായിരുന്നു ഈ ബിന്ദു എന്ന കടവന്ത്ര സ്വദേശി ഈ മറൈൻ ഡ്രൈവിൽ നടന്ന ഈ ഫ്ലവർ ഷോയിലേക്ക് പോകുന്നത്. അവിടെ വെച്ചിട്ട് ഈ പലക, അതായത് ഈ ചെളി ഉള്ളതിനാൽ തന്നെ, വെള്ളം കയറി ചെളിയുള്ളതിനാൽ തന്നെ ഒരു ആളുകൾക്ക് നടക്കാനായിട്ട് സുഖപരമായി നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത ഒരുക്കുന്ന രീതിയിലാണ് ഈ പലക ഈ പവലിയനിൽ വിരിച്ചിട്ടത്. പക്ഷേ ഇത് ഒരു അപകടമാണ്, വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ നില എന്ന് പറയുന്നത് കൈ ഒടിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇവർക്ക് സർജറി വേണമെന്നാണ് ആവശ്യപ്പെട്ട് ഡോക്ടറുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം. ഇതിന്റെ ഭാഗമായിട്ട് GCDയിലും കൂടാതെ കോർപ്പറേഷനിലുമാണ് ഇവർ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയൊരു വീഴ്ചയാണ് GCDയുടെ ഭാഗത്തു തുടർച്ചയായി ഉണ്ടാകുന്ന രണ്ടാമത്തെ വീഴ്ച തന്നെയാണ്. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി കൂടി ചേർന്നിട്ടുള്ള സംഘാടനമാണ് നടന്നിട്ടുള്ളത്. അഞ്ജലി ശ്രീജിതരാജാണ് വിവരങ്ങൾ നൽകിയത്.